അപ്പോൾ തെരഞ്ഞെടുപ്പ് ഇങ്ങടുത്തിരിക്കെ കേന്ദ്രവിരുദ്ധ സമരവുമായി സർക്കാർ വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെയാണ് സമരത്തിന്റെ ക്യാപ്റ്റൻ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ആഞ്ഞടിച്ചുള്ള പ്രതിഷേധം. എന്നാൽ ഈ സമരം ഒരു പ്രഹസനമാണോ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമോ എന്നതാണ് ചോദ്യം. കേന്ദ്രത്തിനെതിരായ സമരത്തിനിടയിലും പിണറായി കടന്നാക്രമിക്കുന്നത് കോൺഗ്രസിനെയും UDF-നെയും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും സമരത്തിന് കൂടില്ല, ഞങ്ങൾ ഈ സമരത്തിലേക്കൊന്നുമില്ല എന്ന് UDF-ഉം വ്യക്തമാക്കി കഴിഞ്ഞു. അവഗണന എവിടെയെന്ന് BJP-യും ഇക്കാര്യത്തിൽ ചോദിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് പക്ഷെ പറയേണ്ടത് മറ്റാരുമല്ല, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെയൊക്കെ പ്രതികരണം പറഞ്ഞു. പക്ഷേ പൊതുജനങ്ങളാണ് സർക്കാർ ഇത്ര വലിയ സമര പരിപാടിയൊക്കെ നടത്തുമ്പോൾ അതിനെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് അവർ തന്നെയാണ് പറയേണ്ടത്. ഈ ഒരു സമരത്തിൻ്റെ ആവശ്യം ഈ ഒരു സമയത്തുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇത്രയും കാലം എവിടെയായിരുന്നു, ഇത്തരം വിമർശനങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ജോയ്മോൻ ആളുകളോട് ചോദിക്കുന്നുണ്ട്, അവരുടെ പ്രതികരണം കേട്ടുവരാം. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കേരള സർക്കാരിൻ്റെ സമരം. ഈ കേന്ദ്രവിരുദ്ധ സമരം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണോ? ജനങ്ങളോട് അവരുടെ പ്രതികരണങ്ങൾ ചോദിച്ചറിയാം. BJP-ക്ക് ഇവിടെ വലിയ റോളില്ലാത്തതുകൊണ്ട് ഒരു സ്വാഭാവികമായിട്ട് അവർ തടസ്സം ചെയ്യുന്നുണ്ട്, മാക്സിമം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഗവൺമെന്റിന്. പൊതുവെ ഈ ഗവൺമെന്റ് മാറണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പുതിയൊരു ഗവൺമെന്റ് കയറണം, ആരായിരുന്നാലും ശരി തന്നെയാണ്, പുതിയൊരു ഗവൺമെന്റ് കയറണം. അതാണ് നമ്മളുടെയൊക്കെ എല്ലാവരും ആവശ്യങ്ങൾ. ഒരുപാട് പദ്ധതികൾക്കുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചിട്ടെന്നുള്ളതാണ് നമ്മൾ പത്രമാധ്യമങ്ങളിൽ അറിഞ്ഞത്. അതിൻ്റെ ഒരു സമരം നടത്തേണ്ടത് അത്യാവശ്യം. സമരം അത്യാവശ്യമാണെന്നല്ല, സമരം ചെയ്യാണ്ട് വേറെ മാർഗമില്ലല്ലോ. ഇത് രാഷ്ട്രീയ താല്പര്യം തന്നെയല്ലേ, അത്രയേ ഉള്ളൂ, അതിലപ്പുറമൊന്നുമില്ല. അല്ലെങ്കിൽ അതിനു മുമ്പ് എത്രയോ സമയം ഉണ്ടായിരുന്നു, വർഷങ്ങളുണ്ടായില്ല. ഇപ്പം തീരാറായപ്പോഴാണ് സമരം ചെയ്യണം. നിലവിൽ ഇപ്പോൾ ഏത് ഗവൺമെൻറ് സമരങ്ങൾ എടുത്താലും അവിടെയൊക്കെ ഫണ്ടിങ്ങിൻ്റെ കുറവ് കൊണ്ട് പല കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറിച്ച് ബാക്കിയുള്ളിടത്ത് നോക്കുമ്പോൾ അത്രത്തോളം സൗകര്യക്കുറവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ ഈ രീതിയിൽ അനിവാര്യമായിട്ടുള്ള സമരമാണ് നടക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ ഈ LDF ഭരിക്കുമ്പോഴായാൽ പോലും നമ്മളെ വളരെയധികം അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ജെറിനൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം. അതുതന്നെയാണ്, കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അതുകൊണ്ട് അത്തരത്തിൽ സമരങ്ങളുടെ ആവശ്യമുണ്ട്. പക്ഷേ അത് ഈ ഒരു സമയത്ത് വേണോ, അത് നേരത്തെ ആകാമല്ലോ എന്നതടക്കമുള്ള രീതിയിലാണ് ആളുകളുടെ പ്രതികരണം. എന്തായാലും